അടുത്തത് പിണറായി വിജയനാണ്. പിണറായി വിജയനിലേക്ക് എത്തുന്നതിന് മുൻപ് കടകംപള്ളി സുരേന്ദ്രൻ, അതിനു മുൻപ് ഇപ്പോൾ PS പ്രശാന്ത്. ഒരു സർക്കാരിൻ്റെ മാറ്റം വേണ്ടി വന്നു PS പ്രശാന്തിലേക്കെങ്കിലും SITക്ക് എത്താനായിട്ട്. അല്ല, ED വന്നാൽ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോൾ ശ്രീമതി വീണ തൈക്കണ്ടിയുടെ കാര്യത്തിൽ തന്നെ അറിയാമല്ലോ, 9 മണിക്കൂർ അനക്കിയില്ലാതാണ് പൊതുജനം പറയുന്നത്. പക്ഷെ അനക്കിയെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ 9 അല്ല, ചിലപ്പോൾ 19 മണിക്കൂറും ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ മൂത്രയ്ക്കാൻ പോകാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ തന്നെ ആരെങ്കിലും കൂടെ നിൽക്കും. എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. ശരിക്കും പ്രിയൻ പറഞ്ഞതിൽ കുറേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട്. ഇതെങ്ങനെ പുറത്തേക്ക് വന്നു? മുരളീധരൻ എന്ന് പറയുന്നത് മുരളീധരൻ ശ്രീ കരുണാകരൻ്റെ മകനാണ്. ഗുരുവായൂരപ്പനെ വിട്ട് അദ്ദേഹത്തിന് ഒന്നുമില്ലായിരുന്നു. മലയാള മാസം 1-ാം തീയതി എവിടെയാണെങ്കിലും ഗുരുവായൂരിൽ പോയിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടേ വരുള്ളൂ. അങ്ങനെ ഒരു മാന്യ വ്യക്തിയുടെ കയ്യിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ശ്രീ മുരളീധരൻ വന്നതിന് ശേഷം അദ്ദേഹം ദൈവവിശ്വാസിയാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണെങ്കിൽ പോലും അദ്ദേഹമൊന്നും ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല. ഉള്ളിൽ വിശ്വസിച്ചാലും പുറത്ത് കാണിക്കാൻ പറ്റില്ല. EK നായനാരുടെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. EK നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ ഭയങ്കര വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഉഷ ഇപ്പോൾ എറണാകുളത്തിൽ എവിടുത്തെ താമസിക്കുന്നത്. എറണാകുളം അമ്പലത്തിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ ഇലക്റ്റഡൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം നായനാർ സാറ് പറയും, ഓൾ എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന്, എനിക്ക് പ്രശ്നമില്ല. അത് ഓളുടെ ചിന്ത, ഓളുടെ വിശ്വാസം, അതിൽ ഞാൻ ഇടപെടില്ല. എന്തിനും നമ്മളുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി ശരിക്കും പൂമൂടൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൻ്റെ ഭർത്താവിൻ്റെ നല്ലതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ സഖാക്കന്മാരുടെ ഭാര്യമാരെല്ലാവരും തന്നെ കട്ട ദൈവവിശ്വാസികളാണ്. സ്റ്റാലിൻ്റെ ഭാര്യ, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഭാര്യ വീട്ടിലൊരു വലിയ അമ്പലം പോലെ ഒരു പൂജ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അയ്യപ്പസ്വാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ മുതൽ പ്രശാന്ത് ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇപ്പോൾ വരും, ഇതാ വരുന്നു, എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇതാ കാത്തിരുന്ന് വന്ന് SIT അദ്ദേഹത്തിനെ പൊക്കി. ഇനി കാര്യങ്ങൾ പഴയ പോലെ ആകില്ല. വ്യക്തമായും കൃത്യമായും SITക്ക് കാര്യങ്ങൾ അറിയാം. ഇവർ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നിർത്തി. പിണറായി തന്നെയായിരുന്നല്ലോ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. ഇപ്പം 2 പേരെ ഭയക്കണം, 3 പേരെ, അതായത് VD സതീശൻ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ദേവസ്വം മന്ത്രി മുരളീധരൻ, 3 പേരും കട്ട വിശ്വാസികൾ, ദൈവവിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ ശബരിമല എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ഭക്തന്മാർ വരികയും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ കൈകഴിഞ്ഞ് ദക്ഷിണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ടോ? ശബരിമല പോയിട്ടുണ്ടാവുമല്ലോ, ഞാനും പോയിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഭണ്ണാരമൊക്കെ തുറക്കുന്നതല്ലേ? തുറന്നിട്ട് കഴിഞ്ഞാൽ എവിടേക്ക് പോകണമെന്ന് പോലും പണ്ടുണ്ടായിരുന്നില്ല. ആർക്കാർക്കെടുത്ത് മടിക്കുത്തിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ മേത്ത് കിടക്കുന്ന ബാഗിലേക്കോ തുണിസഞ്ചിയിലേക്കോ എവിടെയെങ്കിലും വയ്ക്കാം. അങ്ങനെയാണ് ആക്കിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ തുടങ്ങുന്നതെന്നാ 2019 അല്ലേ? ഇവർ സ്വർണം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ചെമ്പ് പറഞ്ഞാൽ എന്താ, 9136 തന്നെ വേണമെന്നുണ്ടോ? കുറച്ച് ചെമ്പ് കലത്തെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇവർക്ക് മനസ്സിലായി 26 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഞങ്ങൾ വരും എന്നൊരു സംശയം തോന്നിയപ്പോഴാണ് 25 പതുക്കെ അത് മാറ്റി, ചെമ്പ് പാളികൾ അതൊക്കെ മാറ്റി തിരിച്ചൊന്ന് സ്വർണം പൂശി കൊണ്ടുവന്നാലോ എന്നൊരു ചിന്ത നമ്മുടെ പ്രിയപ്പെട്ട സഖാവിന് തോന്നിയത്. പ്രിയപ്പെട്ട സഖാവ് ആരാണെന്ന് മനസ്സിലായല്ലോ, പിണറായി. അദ്ദേഹമാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി സംസ്ഥാപരാധം പറയുവാനൊക്കെ ശ്രമിച്ചത്. ഇപ്പോൾ പ്രിയം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ചാനലിലാണ് മുഖ്യാതിഥിയായിട്ട് വിളിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് അവസാനം ഇപ്പം മനസ്സിലായി ശരിയാവില്ല എന്ന്, അതുകൊണ്ട് പണി കിട്ടുന്നു, അതുകൊണ്ട് അദ്ദേഹം വരുന്നതുമില്ല. ശനിദശയാണെന്നും പറഞ്ഞാണ് കറുത്തകാലം പോയിക്കൊണ്ടിരുന്നിരുന്നത് പിണറായി. പക്ഷേ ഇന്ന് നമ്മുടെ പാറ്റാ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ കറുത്ത ഉടുപ്പ് ധരിച്ച് പോകാനായിട്ടൊരു സ്വാതന്ത്ര്യം നമ്മുടെ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നടക്കുമോ? കറുത്ത കൊടി വീശിയവരെ വരെ ജീവരക്ഷാ പ്രവർത്തനം മാസ്ക് ഇട്ട പ്രശ്നം. ഇപ്പം വീണ വരുന്നു കറുത്ത മാസ്ക് ഇട്ട്. ഇതൊക്കെയാണ് ദൈവം അപ്പം തന്നെ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നത്. നമ്മളുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ പ്രശാന്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനിയാണ് ശരിക്കും നമുക്ക് വിവരങ്ങൾ കിട്ടാൻ പോകുന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഉപദ്രവമൊന്നുമില്ല, അവർ മാറിയും മറിച്ചും ചോദിക്കുമ്പോൾ നമ്മൾ അതേ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും സ്ട്രെസ്സിലാണ്. ഒരാളല്ല ചോദിക്കുക, പ്രിയൻ, പലരും കൂടെ വളഞ്ഞിരുന്നാൽ ചോദിക്കുക. ഇവിടെ നിന്ന് ഒരാൾ ചോദിച്ച് പകുതി ഉത്തരം പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ഒരാൾ വേറൊരു ഇതിനെക്കുറിച്ച് ചോദിക്കും. ഇത് മുഴുവൻ ടേപ്ഡാണ്, അവർക്കത് മനസ്സിലാവും. പക്ഷെ നമ്മളുടെ ബുദ്ധിക്ക് നമ്മൾ അത്രയ്ക്കും
പഠിച്ചു വന്നില്ല എങ്കിൽ നമുക്കതറിയില്ല. വി ആർ നോട്ട് ട്രെയിൻഡ് പീപ്പിൾ. സാധാരണ ഓർഡിനറി ആൾക്കാരില്ലേ. പ്രശാന്ത് ആണെങ്കിലും ഓർഡിനറി ആയിട്ടുള്ളൊരു ഇതാണ്. ഇത്രയും വലിയ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷന് മുമ്പിൽ അദ്ദേഹം പതറിപ്പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ തീർച്ചയായും കിട്ടും. അത് കടകംപള്ളി സുരേന്ദ്രനോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ കപ്പിത്താനെയോ കാരണഭൂതനിലേക്കൊക്കെ അത് പോകുമെന്ന് ഉറപ്പാണ്. ഇതിൻ്റെയൊക്കെ സ്വർണത്തിൻ്റെയൊക്കെ ഇടപാടുകൾ വേണ്ട സ്ഥലങ്ങളിൽ, വേണ്ടാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. അതായത് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ടാവും. സ്വർണ്ണം ആർക്കും കഴിക്കില്ലല്ലോ, അത് എവിടെ വേണമെങ്കിലും ഒളിപ്പിച്ച് വെക്കാം. നോട്ടുകെട്ടുകൾ ഇങ്ങനെ വയ്ക്കുന്ന സ്ഥലത്ത് ഇത് ഇത്രയും ഉള്ളൊരു ചെറിയ കഷ്ണത്തിൽ അത്രയും നോട്ടുകെട്ടിൻ്റെ മൂല്യം നമുക്ക് ഒളിപ്പിക്കാൻ പറ്റില്ലേ? പിന്നെ നമ്മളുടെ അമ്പലങ്ങളിൽ വരുന്ന കാര്യങ്ങൾക്കൊരു സുതാര്യത ഇല്ല. പറഞ്ഞു പോകുമ്പോൾ പറയാണ്, എന്ത് കൊണ്ടുവന്ന് വെച്ചാലും നമ്മൾ റെസീറ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. ചെറിയ തരി സ്വർണം എന്ത് ഇതായിപ്പോലും, പക്ഷെ എത്ര പേർക്ക് റെസീറ്റ് കിട്ടുന്നുണ്ട്? ആ റെസീറ്റ് ശരിക്കുമുള്ള ഔദ്യോഗികമായ റെസീറ്റാണോ എന്ന് പോലും നമുക്കറിയില്ല. ഇതാരുണ്ടാക്കുന്നു എന്ന് നമുക്കറിയില്ല. ഇദ്ദേഹത്തിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മേത്ത് കുറ്റം ആരോപിക്കാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഇനിയും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ അദ്ദേഹം അസ്വസ്ഥനാണ്. കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ നടപ്പും രീതിയും ഒക്കെ. കാരണം എന്തോ ഒളിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അധികം നേരം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുകയില്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ശബരിമല ദേവസ്വത്തിൻ്റെ ഭരണം റിട്ടയർഡ് IAS ഓഫീസർ ജയകുമാറിനാണ് ഹൈക്കോടതി നിയമിച്ചു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹവും ഇതിൽ സക്രിയമായിട്ട് ഇടപെടണം. അദ്ദേഹം ഒരു IAS ഓഫീസറാണ്, വളരെ മുതിർന്ന IAS ഓഫീസറാണ്. അദ്ദേഹവും ഇതിൽ ഒരു നല്ല നടപടി ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ വരാനായിട്ട് കാരണം തന്നെ പ്രിയൻ ഹൈക്കോടതിയുടെ ഇടപെടലും ഉണ്ടല്ലേ. ഹൈക്കോടതി ഇതിൽ ഓരോരോ പോയിന്റിലും അവർ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, SIT എന്താ നിഷ്ക്രിയമായിരിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വേഗം ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ പ്രശാന്തിലേക്ക് പോയത്. അല്ലെങ്കിൽ ഭരണം മാറിയിട്ട് എത്ര നാളായി? 2 മാസത്തിന് മേലെ ആയല്ലോ പുതിയ മന്ത്രിമാരൊക്കെ വന്നിട്ട്. ഇത്രയും നാളത്തെ താമസം എന്തിനു വന്നു? നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശൻ ഉടനെ തന്നെ തൂഫാനൊക്കെ പ്രഖ്യാപിച്ച് വളരെ ജനങ്ങളുടെ ഒരു മേത്ത് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കി. അതുപോലെ എന്തുകൊണ്ട് ശബരിമല വിഷയത്തിൽ ഉണ്ടാക്കിയില്ല? മുരളീധരൻ എന്നുകൊണ്ട് നമ്മൾ ചോദിക്കണം. ബെറ്റർ ബി ലേറ്റ് ദാൻ നെവർ എന്ന് പറയും. പക്ഷേ ശബരിമല എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങളുടെയൊക്കെ മനസ്സിലൊരു തീരാ നോവാണ്. ആ സ്ത്രീകളെ കയറ്റിയത് മുതൽ ആദ്യമായിട്ട് പ്രായമായ അമ്മമാരും പ്രായമായ അച്ഛന്മാരും എല്ലാവരും പ്രത്യേകിച്ച് യാതൊരു ആഹ്വാനമില്ലാതെ അതായത് പാർട്ടി ഭേദമന്യേ പുറത്തിറങ്ങി ശബരി ഗിരീശനെ വിളിച്ചുകൊണ്ട് നാമജപ ഘോഷയാത്ര എന്നാ പറഞ്ഞിട്ട് വന്നത് അന്നാണ് പിണറായിക്ക് മനസ്സിലായത് ഈ കളി തീക്കളിയാണ്, ഇതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നിയത് പിണറായിക്ക് അന്നാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും 19 മാറ്റിവെച്ച സ്വർണം പുതിയതായിട്ട് നിർമ്മിക്കാൻ വേണ്ടി ഇതിനെയൊക്കെ സ്മാർട്ട് ക്രിയേഷൻ്റെ സഹായത്തോടെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇത്തിരി സ്മാർട്ടായിട്ട് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷെ അത് 8 നിലയിൽ പൊട്ടുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ കേരളം കട്ട വെയിറ്റിങ്ങിലാണ്. ഇതിൻ്റെ കേസ് ഡയറി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ പ്രശാന്തിൽ നിന്നും തീർച്ചയായും, അദ്ദേഹമായിരുന്നു ആ സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, അദ്ദേഹത്തിന് കാര്യങ്ങൾ കൃത്യമായിട്ടറിയാം. ഒഫീഷ്യൽസിൻ്റെ മേൽനോട്ടത്തിൽ വേണം ഇത് മാറ്റാനായിട്ട്, അതും നടന്നിട്ടില്ല. ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇതിന്ന് മറന്നേക്കി പുറത്ത് വന്നിരിക്കാൻ കാരണം. ഇന്നത്തെ പേപ്പറും നാളത്തെ പേപ്പറും മീഡിയ ചാനലിൽ കൂടെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.